ഇന്ന് പുതുവർഷമാണ്. 2026 നാം പ്രവേശിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ കുറിച്ചി വലിയ ബാവ എന്ന് അറിയപ്പെട്ടിരുന്ന മലങ്കര സഭയുടെ വെള്ളി നക്ഷത്രമായ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവ തിരുമേനിയുടെ 62ാമത് ദീപ്തമായ ഓർമ്മ ഇന്ന് അദ്ദേഹത്തിന്റെ മാതൃദേവാലയമായ കുറിച്ചി സെന്റ് പീറ്റേഴ്സ് സെന്റ് പോൾസ് ദേവാലയം കൊണ്ടാടുകയാണ്. സന്ധ്യാനമസ്കാരത്തിന് ശേഷം റാസയ്ക്ക് മുൻപായി ഒരു ചെറിയ സന്ദേശം പറയുവാൻ തക്കവണ്ണം എന്റെ ചുമതലപ്പെട്ടവർ എന്നെ ഏൽപ്പിച്ചു. ഇന്ന് പുതുവർഷം കൂടെ ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു വേദഭാഗം നമ്മുടെ ചിന്തയ്ക്കായി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. 101-ാം സങ്കീർത്തനം. കേവലം 8 വാക്യങ്ങളുള്ള ദാവീദ് രാജാവിന്റെ പ്രകടന പത്രിക എന്ന് വിളിക്കപ്പെടുന്ന ദി കിങ് മാനിഫെസ്റ്റോ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന സങ്കീർത്തനമാണ് 101-ാം സങ്കീർത്തനം. പുതുവർഷ ധ്യാനത്തിനും സമർപ്പണത്തിനും ചിന്തയ്ക്കുമായി ഈ സങ്കീർത്തനം ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. പരിശുദ്ധനായ കുറിച്ചി വലിയ ബാവ തിരുമേനി മലങ്കര സഭയുടെ വലിയ രാജർഷിയാണ് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. കൊല്ലം ഭദ്രാസനത്തിന്റെ 4ാമത്തെ മെത്രാപ്പൊലീത്തയായിരുന്നു കുറിച്ചി വലിയ ബാവ. എന്ന ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് എന്ന നാമധേയത്തിലാണ് ഏതാണ്ട് 10-12 വർഷക്കാലം കൊല്ലം ഭദ്രാസനത്തെ അദ്ദേഹം മേയിച്ച് ഭരിച്ചത്. അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ആസ്ഥാനമായി കുണ്ടറ സെമിനാരിയും കുണ്ടറ സെമിനാരിയോട് ചേർന്നുള്ള സ്കൂളും സ്ഥാപിച്ചത് പരിശുദ്ധ ബാവ തിരുമേനിയാണ്. ആ ഭദ്രാസനത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വിനീതനായ ഒരു പിൻഗാമി എന്ന നിലയിൽ അദ്ദേഹം 4ാമത്തെ മെത്രാപ്പൊലീത്ത ആയിരുന്നു. ബലഹീനായി ഞാൻ ഇപ്പോൾ കൊല്ലം ഭദ്രാസനത്തിന്റെ 9ാമത്തെ മെത്രാപ്പൊലീത്തയാണ്. അതുകൊണ്ട് ആ പരിശുദ്ധ പിതാവിനെ എന്നും ഓർക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ആ മഹാപരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെടുകയും ചെയ്യുക. 101-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് രാജസ്ഥാനം ആളുമ്പോൾ അദ്ദേഹം യഹോവയുടെ ദേവാലയത്തിൽ കടന്നു ചെന്ന് താൻ രാജാവായി കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു ധ്യാന പ്രതിജ്ഞ ഈ സങ്കീർത്തനത്തിലൂടെ അദ്ദേഹം വെളിവാക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കിങ്ലി മാനിഫെസ്റ്റോ എന്ന് ഇംഗ്ലീഷിലും രാജകീയ അദ്ദേഹത്തിന്റെ പ്രകടന പത്രിക എന്നുമൊക്കെ പറയുന്നതാണ് ഈ സങ്കീർത്തനം. ഒരുപാട് വിശദീകരണം ഒന്നും കൂടാതെ കേവലം ചിന്തയ്ക്കായി ഈ സങ്കീർത്തനം നിങ്ങളുടെ മുമ്പാകെ വയ്ക്കട്ടെ. 3 തലങ്ങളിൽ താൻ രാജാവായി കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ധ്യാനപൂർവമായൊരു സമർപ്പണമാണ് ഇവിടെ കാണുന്നത്. വ്യക്തിതലത്തിൽ താൻ രാജാവായി കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ താൻ ശ്രദ്ധിക്കും. രണ്ടാമത് ഗാർഹികമായ കുടുംബജീവിത പശ്ചാത്തലത്തിൽ ഇന്ന കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കും. മൂന്നാമത് തന്റെ രാജകീയ ഔദ്യോഗിക പദവിയിൽ താൻ ഇരിക്കുമ്പോൾ ചെയ്യുന്ന ശ്രദ്ധിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച്.
അങ്ങനെ 3 തലങ്ങളിൽ നിന്നുകൊണ്ട് രാജാവായി കഴിഞ്ഞാൽ താൻ സ്വീകരിക്കുന്ന നയങ്ങളെ സംബന്ധിച്ചും താൻ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഒരു ദൈവസന്നിധിയിൽ അദ്ദേഹം ധ്യാനപൂർവം ഒരു ഓത്തെടുക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വ്യക്തിതലത്തിൽ അദ്ദേഹം എടുക്കുന്ന 3 ഞാൻ ഓരോന്ന് വേദപുസ്തകം വായിച്ച് വിശദീകരിക്കുവാൻ സമയമില്ലാത്തതുകൊണ്ട് അതിന് ഒരുമ്പെടുന്നു. യഹോവേ, ഞാൻ നിനക്ക് കീർത്തനം പാടും. വ്യക്തിതലത്തിൽ ആരാധനയുടെ സാങ്കത്യത്തെ സംബന്ധിച്ച് അദ്ദേഹം അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ ജീവിതത്തിൽ വ്യക്തിതലത്തിൽ ആരാധനയെ അത്ര ഗൗരവത്തോടെയല്ല ഞാൻ നിർവഹിച്ചിരുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ ആരാധനയുടെ എല്ലാ തലങ്ങളെയും ശാക്തീകരിക്കുന്ന ഒരു നയം, ഒരു ജീവിതക്രമം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. ആരാധനയുടെ ശാക്തീകരണം, ഇതാണ് വ്യക്തിതലത്തിൽ അദ്ദേഹം സ്വീകരിക്കുന്നത്. ഇന്ന് 1-ാം തീയതിയാണ്, പുതുവർഷമാണ്. നമുക്കും ദാവീദിന്റെ ഈ തീരുമാനം നമ്മുടെ തീരുമാനമായി തീരണം. ആരാധനാ ജീവിതത്തിൽ നമ്മുടെ പൂർവിക പിതാക്കന്മാരെ പോലെ, പ്രത്യേകിച്ച് നാം ഇന്ന് അനുസ്മരിക്കുന്ന പരിശുദ്ധ ഗീവർഗീസ് തൃതീയൻ ബാവാ തിരുമേനിയെ പോലെ ആരാധനയ്ക്ക് അത്രമാത്രം പ്രാമുഖ്യവും ശാക്തീകരണവും നൽകിയ ഒരു പിതാവ് മലങ്കര സഭയിൽ വേറെയില്ല, പരിമല തിരുമേനി കഴിഞ്ഞാൽ. അപ്പോൾ ആരാധനയ്ക്ക് എൻ്റെ ജീവിതത്തിൽ പ്രമുഖ സ്ഥാനം ഞാൻ നൽകും എന്നുള്ള ദാവീദിന്റെ തീരുമാനം നമ്മുടെ തീരുമാനമായി തീരട്ടെ. രണ്ടാമത്, വ്യക്തിതലത്തിൽ അദ്ദേഹം സ്വീകരിക്കുന്നത് 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ ദയയെയും ന്യായത്തെയും കുറിച്ച് പാടും. ഇത് ക്രിസ്തീയ സാക്ഷ്യത്തിന്റെ അനുഭവമാണ്. യഹോവ എന്നോട് കാണിച്ച ദയയെ, യഹോവ എന്നിൽ അർപ്പിച്ച ന്യായത്തെ ഞാൻ പ്രഘോഷിക്കും എന്ന് ദാവീദ് തീരുമാനമെടുക്കുകയാണ്. കേവലം ആട്ടിടയനായിരുന്ന തന്നെ, അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇടയച്ചെറുക്കനായിരുന്ന തന്നെ ഇസ്രായേലിന്റെ സിംഹാസനത്തിലേക്ക് ദൈവം ഉയർത്തിയ ദൈവത്തിന്റെ ദയയെയും ന്യായത്തെയും കുറിച്ചുള്ള ബോധ്യം ദാവീദിൽ നിറഞ്ഞപ്പോൾ, ഞാൻ ഇന്നു മുതൽ യഹോവയുടെ ന്യായത്തെയും യഹോവയുടെ നീതിയെയും കുറിച്ച് ഞാൻ സാക്ഷ്യപ്പെടുത്തും, ഞാൻ പ്രഘോഷിക്കും എന്ന് ദാവീദ് തീരുമാനമെടുക്കും. ഇത് നമ്മുടെയും തീരുമാനമായി മാറണം. ദൈവമേ, ഒന്നുമില്ലാതിരുന്ന എന്നെ ഇന്ന് ഞാൻ ആയിരിക്കുന്ന തലത്തിൽ എൻ്റെ ദൈവം എന്നെ വിളിച്ചുയർത്തി. എന്നോട് എൻ്റെ ദൈവം കാണിച്ച ദയയെ, ന്യായത്തെക്കുറിച്ച് ഞാൻ പ്രഘോഷിക്കും. ഞാൻ മറ്റുള്ളവരോട് അത് സാക്ഷ്യം നൽകും. ഇത് പുതുവർഷത്തിൽ നമ്മുടെ തീരുമാനമാകട്ടെ. മൂന്നാമത്, വ്യക്തിതലത്തിൽ ദാവീദ് ഇവിടെ പറയുന്നത്, ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും. എന്റെ വ്യക്തി ജീവിതത്തിൽ വിശുദ്ധിയും ട്രാൻസ്പെറൻസിയും ഋജത്വവും ഉണ്ടാവും. The purity in personal life. ഇന്നത്തെ സമൂഹത്തിൽ നമുക്കറിയാം, വ്യക്തികൾക്ക് എത്രമാത്രം ആത്മശുദ്ധിയുണ്ട് എന്നുള്ളത് നമുക്കറിയാൻ വയ്യ, സംശയം.
keeping the personal purity in life. എൻ്റെ ജീവിതത്തിൽ ഋജുവായ തീരുമാനങ്ങൾ, ഋജു എന്ന് പറഞ്ഞാൽ നേർബുദ്ധി, വക്രതയില്ലാതെ നൈർമല്യത്തോടെ ജീവിത വിശുദ്ധി പാലിക്കുന്നതിൽ ഞാൻ ശ്രദ്ധിക്കും. ഇതാണ് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ തീരുമാനം. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇത് നമ്മുടെയും തീരുമാനമായി തീരട്ടെ. ഇനിയും രണ്ടാമത്തെ തലം ഗാർഹിക തലമാണ്, കുടുംബതലത്തിൽ. കുടുംബതലത്തിലും അദ്ദേഹം 3 തീരുമാനങ്ങളാണ് എടുക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. ദ ഫാമിലി ഫിഡിലിറ്റി, കുടുംബ വിശ്വസ്തത. എൻ്റെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ വിശ്വസ്തതയ്ക്ക് ഒരുപാട് അപജയങ്ങൾ വന്നിട്ടുണ്ട്. ഇനിയും മുതൽ എൻ്റെ കുടുംബ ജീവിത ബന്ധങ്ങളിൽ വിശ്വസ്തത പാലിക്കും. ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. ഇന്ന് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കുടുംബ ജീവിതത്തിലെ വിശ്വസ്തതയുടെ കുറവാണ്. ഫാമിലി ഫിഡിലിറ്റി ഞാൻ വിശദമാക്കുന്നു. അതുകൊണ്ട് കുടുംബ ജീവിതത്തിൽ വിശ്വസ്തത ഞാൻ പാലിക്കും എന്ന് ദാവീദ് ഇന്ന് തീരുമാനമെടുക്കുകയാണ്. സഹോദരങ്ങളെ, കുടുംബജീവിത ബന്ധങ്ങളിൽ വിശ്വസ്തതയുടെ മാർഗം ഞാൻ അവലംബിക്കുമെന്ന് നമുക്കിന്ന് തീരുമാനമെടുക്കാം. ഒരു നീചകാര്യം ഞാൻ എൻ്റെ കണ്ണിന് മുമ്പിൽ വെക്കുകയില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ നേരായ ഒരു കാര്യത്തിന്റെ ടാർഗറ്റ് എപ്പോഴും ഞാൻ വയ്ക്കും. എനിക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കും എൻ്റെ കുടുംബ ജീവിതത്തിൽ. യോശുവയെ പോലെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. കുടുംബ ജീവിതത്തിൽ ടാർഗറ്റ് ഉണ്ടാവണം, ലക്ഷ്യബോധമുണ്ടാവണം. ഇന്ന് പല കുടുംബങ്ങളിലും അങ്ങനെ ജീവിക്കുന്നു, പോകുന്നു, വരുന്നു, ഒത്തു പോയി. നോ, പാടില്ല. കുടുംബജീവിതത്തിൽ ലക്ഷ്യബോധം ഉണ്ടാവണം. അത് ദാവീദ് ഏറ്റു പറയുകയാണ്. മൂന്നാമതായി, ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു. കുടുംബജീവിതത്തിൽ അടുക്കും ചിട്ടയും ക്രമമില്ലാത്ത ആധുനിക സമൂഹത്തിന് ഇതൊരു വെല്ലുവിളിയാണ്. പലപ്പോഴും കുടുംബജീവിതത്തിൽ there is no order and discipline. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അവനവൻ ഇഷ്ടം പോലെ ജീവിക്കുന്നു, പോകുന്നു, വരുന്നു. ക്രമവും ചിട്ടയും ബന്ധങ്ങളുടെ സുതാര്യതയും ഇന്ന് കുടുംബജീവിതത്തിലില്ല. പക്ഷെ ദാവീദ് ഇവിടെ പറയുകയാണ്, ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ കുടുംബജീവിതത്തിൽ ക്രമവും ചിട്ടയും ഡിസിപ്ലിനും ശിക്ഷണബോധവും ഉണ്ടായി. സഹോദരങ്ങളെ, ഇന്ന് പെരുന്നാൾ കൊണ്ടാടുമ്പോൾ, ആ മഹാപരിശുദ്ധന്റെ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ന് 1-ാം തീയതിയാണ്, നമുക്കും ഒരു തീരുമാനമെടുക്കാം. കുടുംബജീവിതത്തിൽ കെട്ടും മട്ടും നിഷ്കർഷതയും ശിക്ഷണബോധവും ഉണ്ടാവണം. മൂന്നാമത്തെ തലം കൂടെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്തുക. ഔദ്യോഗിക സാമൂഹിക തലങ്ങളിൽ ദാവീദ് 3 തീരുമാനങ്ങൾ ഇവിടെ പറയും. 4-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെ ഞാനത് സംക്ഷിപ്തമായിട്ട് പറയുകയാണ്. ഓരോ വാക്യവും എടുത്ത് പറയും. അദ്ദേഹം പറയുകയാണ്,
എന്റെ കൂട്ടുകെട്ട് നന്മയോടും നന്മയുള്ള ആളുകളോടുമായി. My friendship is with good people and people with good approaches. നന്മയുടെ കൂട്ടുകെട്ട് മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകൂ. ഇന്ന് അധപതനത്തിനും തകർച്ചയ്ക്കുമൊക്കെ കാര്യം വേണ്ടാത്ത കൂട്ടുകെട്ടാണ്. അതാണും പെണ്ണും ഇന്നത്തെ സമൂഹത്തിൽ നിങ്ങൾക്കറിയാം. ഇമ്മോറൽ അല്ലാത്തതുമായ കൂട്ടുകെട്ടുകൾ. പക്ഷെ ദാവീദ് ഇവിടെ പറയുകയാണ്, ഞാൻ രാജാവായി കഴിഞ്ഞാൽ നന്മയുള്ള ആളുകളോട്, നന്മയുടെ സ്രോതസ്സിനോട് മാത്രമേ ഞാൻ ചങ്ങാത്തം പുലർത്തുകയുള്ളൂ. രണ്ടാമത് അദ്ദേഹം പറയുകയാണ്, തിന്മപ്പെട്ടവരെയും തിന്മയുടെ സ്രോതസ്സിനെയും ഞാൻ അകലത്തിൽ നിർത്തും. കീപ് എവേ. അങ്ങനെയുള്ള സാധ്യതകൾ, തിന്മയുടെ സാധ്യതകൾ, തിന്മയുടെ ചങ്ങാത്തങ്ങൾ, തിന്മയുടെ സ്രോതസ്സുകളെ കൈപ്പാട് അകലം നിർത്തുന്ന ആധ്യാത്മികതയുടെ ഒരു നയം കുറിച്ച് വലിയ ബാവായിക്കുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ പറയാൻ അറിയാം, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് പറയും. ഇത് നമ്മുടെ തീരുമാനമാവും, അല്ലാതെ എല്ലാവരെയും കയറി ഇപ്പോഴത്തെ നമുക്കറിയാമല്ലോ, മൊബൈലും സാമൂഹ്യ മീഡിയയും കണ്ടവരോടെല്ലാം ചങ്ങാത്തം കൂടുക. പ്രത്യേകിച്ച് സ്ത്രീകൾ, പെൺകുട്ടികൾ, നിങ്ങൾക്കറിയാമല്ലോ, അവസാനം അപകടത്തിൽ പോയി ചെന്നത്. കീപ്പിംഗ് എ ഡിസ്റ്റൻസ്. തിന്മപ്പെട്ടവരോട്, തിന്മയുടെ സ്രോതസ് അകലം. മൂന്നാമത് ദാവീദ് പറയുകയാണ്, നന്മയെയും നന്മയുടെ സ്രോതസ്സുകളെയും ഞാൻ പ്രോത്സാഹിപ്പിക്കും. I will inspire the goodness and the resources. നന്മയെയും നന്മയുടെ സ്രോതസ്സുകളെയും ഞാൻ പ്രോത്സാഹിപ്പിക്കും എൻ്റെ രാജ്യത്ത് ഞാൻ രാജാവായി കഴിഞ്ഞു. എന്നാൽ തിന്മയെയും തിന്മയുടെ സ്രോതസ്സുകളെയും ഞാൻ ഒന്നൊന്നായി എൻ്റെ രാജ്യത്ത് നിന്നില്ലാതാക്കും. അദ്ദേഹം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ വളരെ ശക്തമാണ്. ദേശത്തിലെ ദുഷ്ടന്മാരെയൊക്കെയും ഞാൻ രാവിലെ തോറും നശിപ്പിച്ചു. എന്താ രാവിലെ തോറും നശിപ്പിക്കും എന്ന് പറഞ്ഞ അർത്ഥം? ഫ്രം ദ വെരി ബിഗിനിങ് തിന്മയും തിന്മയുടെ സ്രോതസ്സും അതിന്റെ ആരംഭത്തിലേ ഞാൻ ഇല്ലാതെയാക്കും എൻ്റെ രാജ്യത്ത്. പ്രിയ മക്കളെ, ഇന്ന് പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ വ്യക്തിതലത്തിലും കുടുംബതലത്തിലും ഔദ്യോഗിക സാമൂഹ്യ ജീവിതത്തിന്റെ തലങ്ങളിലും ദാവീദ് എടുത്ത തീരുമാനം നമ്മുടെ തീരുമാനമായി മാറണം. ഇത് കേവലം കേട്ട് പോവുകയല്ല. Take it seriously and make it as an oath. വളരെ ഗൗരവമായി ഇതിനെ കാണുകയും ജീവിതത്തിൽ ഒരു ഓത്തായി, ഒരു പ്രതിജ്ഞയായി ഇതിനെ സ്വീകരിക്കുക. അങ്ങനെ ചെയ്ത ഒരു വലിയ പിതാവാണ് പരിശുദ്ധ ഗീവർഗീസ് ദിദിയൻ ബാവ. അദ്ദേഹത്തിന്റെ 62ാമത് ഓർമ്മ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ ഈ പാഠങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കട്ടെ എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം തമ്പുരാൻ തൻ്റെ വലത്തുകരം നീട്ടി ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാണ്.